ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. മൈദ വെച്ചിട്ട് ഒരു അടിപൊളി ബർഫി റെസിപ്പി ആയിട്ട് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിന് അതിലേക്ക് 1/4 കപ്പ് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗീയും മൈദയും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മൈദയുടെ പച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. മൈദൻ്റെ പകരം ഗോതമ്പ് പൊടിയും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതൊന്ന് നല്ല രീതിക്ക് മിക്സ് ആക്കുമ്പോൾ തന്നെ നമ്മളെ ഗീ എല്ലാം മൈദയിലേക്ക് അങ്ങ് കോട്ടായിക്കോളും. അപ്പോൾ ഇതൊന്ന് നല്ല രീതിക്ക് ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് മൈദൻ്റെ പച്ച മണം പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് മൈദേൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറിയിനി ഒരു നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിന്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് നെയ്യ് തടവിയിട്ട് വെക്കാം. ഇതിനായിട്ട് ഞാനൊരു ടിഫിൻ ബോക്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു പാത്രം നമുക്ക് മോൾഡ് ഇതിന് യൂസ് ചെയ്യാം. കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെറ്റാക്കുന്ന പാത്രം ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം. 3/4 കപ്പ് പഞ്ചസാര ഇപ്പോൾ കറക്റ്റ് മധുരം. നിങ്ങൾക്ക് കുറച്ച് അധികം മധുരം വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് ഈ ഒരു സ്വീറ്റിന് ഒറ്റനൂൽ പരുവാണ് കേട്ടോ വേണ്ടത്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ പഞ്ചസാര പാനി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഓരോ സ്വീറ്റിനും ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടത് ഒറ്റനൂൽ പരുവാണ്. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഷുഗർ സിറപ്പ് നന്നായി തിളച്ചിട്ട് ഒറ്റനൂൽ പരുവാകട്ടെ, അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പം ഇതാ ചൂടുണ്ടാകട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണേ തൊട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഒറ്റനൂൽ പരുവായിട്ട് വന്നിനി. ഇനി കൂടുതൽ തിളപ്പിക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് റോസ് വാട്ടർ, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് വാട്ടറാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ആക്കി വെച്ച പൊടിയില്ലേ, മൈദ മിക്സ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ കണ്ടില്ലേ ചെറിയ ചെറിയ തരികൾ പോലെ കട്ടകൾ പോലെ ഇല്ലേ, ഇതൊന്ന് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാണ് കേട്ടോ ഇതിന് കറക്റ്റായിട്ട് ഉള്ളൊരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതുവരെ ഒന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. കുറച്ച് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ ഈ പാനിൽ ഇതേപോലെ നമുക്ക് വിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. പാനിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് വിട്ട് വരുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മോൾഡിലോട്ട് ഇതൊന്ന് ഒഴിച്ചെടുക്കാം. ഇത് വേഗം തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇത് സെറ്റായി പോവും. അപ്പോൾ ഒന്ന് വേഗം തന്നെ സെറ്റാക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റാക്കുന്ന പാത്രം ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുന്നത്. ഇനി നിങ്ങൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി സ്പൂണോ സ്പാച്ചില അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നട്ട്സും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നെങ്കിൽ ആ വേഗം തന്നെ ആ ചൂടോടെ കൂടിയിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് സെറ്റായി പോവും. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇതൊന്ന് പ്രസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ തന്നെ നമ്മളെ പുറത്ത് തന്നെ, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ ഒന്ന് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് അരമണിക്കൂർ ഇത് എവിടെ നിൽക്കട്ടെ, ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂറൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ബർഫി ഇത് നന്നായിട്ട് സെറ്റായിന്. ഇനി ഇത് നമുക്ക് ഡിമോൾഡ് ചെയ്തിട്ടെടുക്കാം. സൈഡിലെല്ലാം ഒരു കത്തി വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ പാത്രത്തിൽ നെയ്യ് തടവി വെച്ചോണ്ടേ ഇത് വേഗം ഒന്ന് ഇളക്കി കിട്ടും കേട്ടോ, ഇളകി കിട്ടും. ഞാൻ ഒന്ന് ഇളക്കുമ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊരു കഷ്ണം പൊട്ടിപ്പോയി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തിന്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഭയങ്കര കട്ടിയുള്ള ബർഫില്ല കേട്ടോ, ഇത് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ബർഫിയാണ്. മൈദനെ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി, കഴിക്കാൻ നല്ല അടിപൊളി രസമാണ്. ഇത് കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് മൈദനെ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ബർഫിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മൈദൻ്റെ പകരം ആട്ടയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.